ആദ്യം കഴിയുന്നത്ര അപമാനിച്ചു. ഇപ്പോഴിതാ ഇന്ത്യക്ക് മേൽ കനത്ത പ്രഹരമേൽപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ട്രംപ് ഭരണകൂടം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ നടപടി. ആത്യന്തികമായി അത് തിരിച്ചടിയാൻ പോകുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ട്രംപ് അംഗീകരിച്ച പുതിയ ഉപരോധ ബിൽ പ്രകാരം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ 500% വരെ തീരുവ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ചൈന കഴിഞ്ഞാൽ ഏറ്റവും അധികം റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് എന്നതുകൊണ്ട് തന്നെ ബില്ല് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. യുക്രൈനിലെ യുദ്ധത്തിനുള്ള പരോക്ഷ ഫണ്ടിംഗ് എന്ന നിലയിലാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ നിലപാടിനെ അമേരിക്ക വിലയിരുത്തുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങളെ ശിക്ഷിക്കാൻ എന്ന പേരിൽ പുതിയൊരു ഉഭയകക്ഷി ബിൽ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ 500% വരെ തീരുവ ചുമത്താൻ അനുവദിക്കുന്നതാണ് ഈ ബിൽ. ബില്ലിന് ട്രംപ് പച്ചക്കൊടി കാട്ടിയതോടെ അടുത്ത ആഴ്ചയോടുകൂടി ബില്ല് വോട്ടിങ്ങിനെത്തും. റഷ്യ ഉപരോധ ബില്ലിന് US സെനറ്റിലെ 100 അംഗങ്ങളിൽ 84 പേരുടെയും അധോസഭയായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ നിന്ന് 151 പേരുടെയും പിന്തുണ ഇതിനോടകമുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ബിൽ പാസ്സാകുമെന്നാണ് കരുതപ്പെടുന്നത്. സെനറ്റർമാരായ ലിൻസി ഗ്രഹവും റിച്ചാർഡ് ബ്ലൂമെന്റലും ചേർന്ന് തയ്യാറാക്കിയ ഈ ബില്ലിനെ മഹത്തായ നിയമനിർമ്മാണം എന്നായിരുന്നു അടുത്തിടെ ട്രംപ് വിശേഷിപ്പിച്ചത്. റഷ്യയെ സാമ്പത്തികമായി തളർത്താൻ ലക്ഷ്യമാക്കിയുള്ള നീക്കം ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും വിലയിരുത്തലുണ്ട്. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറുമായി നടന്ന കൂടിക്കാഴ്ചയിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചുവെന്നാണ് അടുത്തിടെ ലിൻസി ഗ്രഹാം പറഞ്ഞത്. റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ താൻ സന്തുഷ്ടനല്ലെന്ന് മോദിക്ക് അറിയാമെന്നും തന്നെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അതോട് കൂട്ടിച്ചേർത്ത് ട്രംപും പറഞ്ഞിരുന്നു. ഈ പരിഹാസങ്ങൾക്കെല്ലാം പിന്നാലെയാണ് ഇന്ത്യക്ക് തിരിച്ചടിയാകുന്ന പുതിയ നീക്കങ്ങൾ കൂടി എത്തുന്നത്. ചൈന കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ വ്യാപാര ബന്ധത്തിന്റെ പേരിൽ നേരത്തെ തന്നെ അമേരിക്ക ഇന്ത്യയുമായി ഇടഞ്ഞിരുന്നു. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം അവസാനിപ്പിക്കാൻ തയ്യാറാകാതിരുന്നതോടെ 25% അധിക തീരുവയും ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയിരുന്നു. നിയുക്ത US അംബാസിഡർ സെർജിയോ ഗോർ ഈ ആഴ്ച ഇന്ത്യയിലേക്ക് എത്താനിരിക്കെയാണ് പുതിയ നീക്കങ്ങൾ വാഷിംഗ്ടൺ നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ശരിക്കും ഒറ്റ ദിവസത്തിനിടെ 2 തിരിച്ചടികളാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യക്കുണ്ടായത്. ഒന്ന് തീരുവയാണെങ്കിൽ മറ്റൊന്ന് സഹകരണവുമായി ബന്ധപ്പെട്ടാണ്. 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറുന്നുവെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് രൂപം കൊടുത്ത അന്താരാഷ്ട്ര സൗരോർജ്ജ കൂട്ടായ്മയുമുണ്ട്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന 2015 പ്രഖ്യാപിച്ചത്. 2021 അമേരിക്ക ഭാഗമായതോടു കൂടിയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജം ലഭിച്ചത്. ട്രംപിന്റെ പിന്മാറ്റത്തോടുകൂടി സംഘടനയുടെ പ്രവർത്തനങ്ങളെയും ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകളും ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ട്. അതിലും മേൽക്കൈ നേടാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളുടെ ഭാഗമായും ഈ നീക്കങ്ങൾ വിലയിരുത്തപ്പെടുന്നു. അതേസമയം ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി മോദിയുമായുള്ള വ്യക്തിബന്ധം ഉയർത്തിക്കാട്ടി ആഘോഷിച്ച സംഘപരിവാർ ഹാൻഡിലുകൾക്ക് പുതിയ സംഭവ വികാസങ്ങൾ തിരിച്ചടിയാണ്.